കേരളമെങ്ങും സന്തോഷത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്ര സുഖകരമല്ലാത്ത ഒരു വാർത്തയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. കാരണം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു പാവപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തകനെ പോലീസ് തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. 2023 ഈ സംഭവം നടന്നത്. തങ്ങളുടെ സുഹൃത്തുക്കളെ അന്യായമായി തടങ്കിൽ വെക്കുക, അത് ചോദ്യം ചെയ്ത സാമൂഹ്യ പ്രവർത്തകനെ തലങ്ങും വിലങ്ങും പോലീസ് ഉദ്യോഗസ്ഥന്മാർ തല്ലിച്ചതച്ചു. അതിനെതിരെ അവർ പരാതി പോയെങ്കിലും കേസ് എങ്ങും എത്തിയില്ല. അവസാനം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. മജിസ്ട്രേറ്റ് കോടതി തെളിവെടുക്കാറായപ്പോൾ വിവരാവകാശം വഴി പോലീസ് സ്റ്റേഷനിലെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ വരുത്തിച്ചപ്പോൾ കേരള ജനത ഞെട്ടുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ആ പാവപ്പെട്ട മനുഷ്യനെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയും കേൾവി ശക്തി ഭാഗികമായി നഷ്ടപ്പെടുകയും ചെയ്തു. കോടതി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മർദ്ദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടപടികളെന്ന് ഞാൻ പല വ്ലോഗിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഒന്നുകൂടെ പറയുകയാണ്. ജൂലൈ 1, 2024 ശേഷം ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 198 പ്രകാരം പോലീസുകാർ നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ 1 വർഷം വരെ തടവ് കിട്ടുന്ന ശിക്ഷയായിട്ട് മാറ്റി കഴിഞ്ഞു. കേസെടുക്കാൻ വേണ്ടി SIയുടെയും CIയുടെയും ഒക്കെ കാല് പിടിക്കുന്നു. വേണ്ടടേ. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് സെക്ഷൻ 175 സബ് ക്ലാസ് 3, 4 പ്രകാരം മജിസ്ട്രേറ്റിന് നേരിട്ട് കേസ് കൊടുക്കാനായി. പോലീസുകാർ കള്ളക്കേസ് എടുത്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ 201 പ്രകാരം 3 വർഷം വരെ തടവ് കിട്ടുന്ന ശിക്ഷയാക്കി മാറ്റിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കുകയായിരിക്കും, വക്കീലെണ്ണ 10-20 വർഷം മുമ്പ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പാവപ്പെട്ട ഉദയകുമാറിനെ ഉരുട്ടി കൊന്നിട്ട് അവന്മാരെയൊക്കെ വെറുതെ വിട്ടില്ലേന്ന്. ശരിയാണ്. അന്ന് സാക്ഷികളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. കൂടെ ലോക്കപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏക ദൃക്സാക്ഷി. അയാളും കോടതി വിചാരണ സമയത്ത് കൂറുമാറി. തെളിവുകളുടെ അഭാവത്തിൽ 20 വർഷങ്ങൾക്ക് ശേഷം ആ നരാധമന്മാരെ വെറുതെ വിട്ടെങ്കിലും 20 കൊല്ലം മർദ്ദിച്ച പോലീസ് ഏമാന്മാർ ആവശ്യത്തിനുള്ള ഉണ്ട വാരി തിന്നിട്ടുണ്ട്. അതുകൊണ്ട് തെളിവിന്റെ അഭാവത്തിൽ ഇനി വെറുതെ വിടുന്ന പ്രശ്നമില്ല. കാരണം പുതിയ നിയമം വന്നിരിക്കുകയാണ്, ഭാരതീയ സാക്ഷിയ അധിനിയം. പഴയ എവിഡൻസ് ആക്ട് ആണ്. പണ്ട് റെക്കോർഡിങ്ങും, അതായത് ഫോൺ റെക്കോർഡിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും എല്ലാം സെക്കൻഡറി എവിഡൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് പ്രൈമറി എവിഡൻസ് ആണ്. മാത്രമല്ല 2005 വിവരാവകാശ നിയമം വന്നത്. പക്ഷേ ഇന്ന് അത് ഒരുപാട് സ്ട്രോങ് ആണ്. വിവരാവകാശ നിയമവും പുതിയ ഭാരതീയ സാക്ഷി അധിനിയവും പോലീസുകാരന്മാർ സ്വാധീനിച്ച് സാക്ഷികളെ വശത്തെയാക്കിയാൽ പോലും ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് തെളിവായി മാറിയതോടുകൂടി ഇനി ഏമാന്മാര് പ്രതികളെ മാറ്റിയാലും രക്ഷപ്പെടുന്നത് പാടാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഈ തെമ്മാടിത്തരം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഓണമെന്നല്ല, ഇനി ഒരു ഓണവും മനസ്സമാനത്തോടെ ആഘോഷിക്കരുത്. അവർ നിയമ നടപടികൾ നേരിടുക തന്നെ വേണം. ഹാപ്പി ഓണം.